ഞാൻ ശ്രീകുമാർ രൂപറ്റി. ഇത് മലയാളത്തിൻ്റെ സ്വന്തமான ചാനൽ ശ്രീ ഫോർ എലിഫൻസ്. ശ്രീ ഫോർ എലിഫൻസ് എന്ന ഈ ചാനലിൽ ആനകളെക്കുറിച്ചും ആനകളുമായി ബന്ധപ്പെട്ട ലോകത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പ്രേക്ഷകരുമായി നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ കാഴ്ചകളുമെല്ലാം പങ്കുവച്ചു വരുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, അല്ലെങ്കിൽ ആനത്താര ഓർമ്മകളുടെ വഴിത്താര എന്ന ഈ ഒരു പ്രത്യേക സെഗ്മെൻ്റ് ആദ്യമായിട്ട് കാണുന്നവരെക്കുറിച്ച് അവരെ ഉദ്ദേശിച്ചുകൂടിയാണ് ഇങ്ങനെ പറയുന്നത്. 20 വർഷം, 2 പതിറ്റാണ്ടിനപ്പുറമുള്ള ഒരു ആനലോകം, ആ ലോകത്തിലൂടെയുള്ള യാത്ര. ആ യാത്രയിൽ നമ്മൾ വിചാരിക്കാത്തതും നമ്മൾ പ്രതീക്ഷിക്കാത്തതുമായ, അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ഓർമ്മകൾ നമുക്കുണ്ടല്ലോ. അങ്ങനെയുള്ള ആ ഓർമ്മകളിലേക്കുള്ള, ആ ഓർമ്മകളിലൂടെയുള്ളൊരു സഞ്ചാരമാണ് ഈ ആനത്താര ഓർമ്മകളുടെ വഴിത്താര എന്ന ഈ ഒരു സെഗ്മെൻറ്റ്. ആനകളെക്കുറിച്ചൊരു പ്രോഗ്രാം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ചലച്ചിത്ര രംഗത്തന്ന് ആദ്യമായി ദേശാടനം എന്ന് പറയുന്നൊരു സിനിമയുടെ കഥ എഴുതും. പിന്നീട് ചില്ലക്ഷരങ്ങൾ എന്നൊരു സിനിമ, മലയാളത്തിലെ പ്രമുഖന്മാരായ ഭരത് ഗോപിയും ഭരത് മുരളിയും ഖുശ്ബുവും ഒക്കെ പ്രധാന വേഷങ്ങളിൽ ലഭിച്ച ഒരു സിനിമയായിരുന്നു. പക്ഷേ ആ സിനിമ യാദൃശ്ചികമായിട്ട് അതിൻ്റെ ചിത്രീകരണം 95% പൂർത്തിയായ ശേഷമാണ് അത് നിലയ്ക്കുന്നത്. അതെന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വളരെ വലിയൊരു ഷോക്കായിരുന്നു. ഞാൻ ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ചലച്ചിത്രവേദിയിൽ എനിക്കേറെ ബ്രേക്കായി മാറുമെന്ന്, എനിക്കൊരു ഊർജവും ഒരു കരുത്തുമാകും എന്ന് ഞാൻ ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നൊരു സിനിമയായിരുന്നു ചില്ലക്ഷരങ്ങൾ. പക്ഷേ ദൗർഭാഗ്യവശാൽ എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട്. അത് റിലീസാവാതെ മുടങ്ങി. അങ്ങനെ ആകെ വ്യക്തിത്വം നമുക്കൊരു ഷോക്കായി, നിരാശ ഒരു പരിധിവരെയൊക്കെ അലട്ടിക്കൊണ്ടിരുന്നൊരു സന്ദർഭത്തിലാണ് യാദൃശ്ചികമായി കേരളത്തിലെ ആനകൾ അനുഭവിക്കുന്ന, ആനകൾ, നാട്ടാനകൾ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെയും അവർ കടന്നു പോകേണ്ടി വരുന്ന ദുരിതാവസ്ഥയൊക്കെ ചില മാഗസിനുകളിൽ, ചില വീക്കിലുകളിൽ, അല്ലെങ്കിൽ പൊതുവിലെ നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. ആനപ്പകയുടെ വാരിക്കുഴികൾ എന്നായിരുന്നു അതിൻ്റെ ഒരു ഇതിവൃത്തം. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, ഒരിക്കൽ വാരിക്കുഴിയിൽ വീഴുന്ന ആന, അതിനൊരു തിരിച്ചൊരിക്കലും അതിൻ്റെ മോചനമില്ല. അതുപോലെ തന്നെയാണ് ആനകളുടെ ലോകത്തേക്ക് ആനപ്പാപ്പാന്മാരായി വന്നുപെടുന്ന മനുഷ്യർ, ആനപ്പാപ്പാന്മാർ. അവരും ഈ ലോകത്ത് നിന്ന് തിരിച്ചുപോക്കില്ലാത്ത വിധം ഈ ആനയെന്നൊരു ജീവിയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ലഹരിയും കൊണ്ട്, സാഹസികതയോടുള്ള അവരുടെ ഒരു വല്ലാത്തൊരു ഇഷ്ടം കൊണ്ട് ഈ ലോകത്ത് വന്നുപെട്ടാൽ പിന്നെ അതിൽ നിന്ന് തിരിച്ചുപോക്ക് മടിയാണ്, അസാധ്യമാണ്. അതായിരുന്നു ആ ഒരു ഞാൻ വിഭാവനം ചെയ്ത ആ ഒരു ഡോക്യുമെൻ്ററിയുടെ ഇതിവൃത്ത കണ്ടൻറ്റ്. പ്രത്യേക സാഹചര്യത്തിൽ മലയാളത്തിലൊരു ടെലിവിഷൻ ചാനലിൽ അത് ടെലികാസ്റ്റിംഗ് ആരംഭിക്കുന്നു. ഗുരുവായൂർ പത്മനാഭനിൽ തുടക്കം. ദൈവത്തിൻ്റെ സ്വന്തമാണ് ആനകളെ ദൈവം എന്ന പേരിൽ ആദ്യത്തെ എപ്പിസോഡ് അവിടെ ആരംഭിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയാതെ ഒന്നും സംഭവിച്ചതാണിത്. പക്ഷേ നമ്മുടെ എല്ലാം കണക്കൂട്ടലുകൾ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആനപ്പരമ്പര, ശരിക്കും പറഞ്ഞാൽ 5-ാമത്തെ അധ്യായം മുതൽ, ശിവസുന്ദറിൻ്റെ അധ്യായം ജനങ്ങളിലേക്ക് എത്തിയ നിമിഷം മുതലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആ ഒരു അധ്യായം മുതലാണെന്ന് തോന്നുന്നു. അതിനൊരു പിടുത്തം, പ്രേക്ഷക മനസ്സിലേക്ക് ഒരു പിടുത്തം എവിടെയോ കിട്ടിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ യാദൃശ്യമായിട്ടത് നമ്മളുടെ പരമ്പര, ആനപ്പരമ്പര ആ ചാനലിൽ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതേ ചാനലിൽ ഡോക്ടർ KC പണിക്കരും മറ്റു ചിലരുടെയുമൊക്കെ നേതൃത്വത്തിൽ ആനക്കാര്യം എന്ന പേരിൽ മറ്റൊരു പരമ്പര ടെലികാസ്റ്റ് ചെയ്തിട്ട് 1.5 വർഷമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ചില അധ്യായങ്ങളിൽ സുരേഷ് ഗോപിയും ജയറാമും അങ്ങനെയൊക്കെ പലരും പ്രശസ്തരും പ്രഗത്ഭരുമായ പലരും അതിൽ വന്നു പോയിട്ടുണ്ടായിരുന്നു. വാളക്കയം തോമസ് കുട്ടി, വാളക്കയം ജോർജ് കുട്ടി, അതുപോലെ ഒരു ആനകളുടെ ശ്മശാനമൊക്കെ ഉള്ള ഒരു വ്യക്തി, വളരെ ഒരു വേറിട്ട വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. ആനകളുടെ ശ്മശാനം അവിടെയാണ്. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ 5-6 ആനകളും അവിടെ ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാം ഒരു പിന്തുണയിലൊക്കെയാണ് ഇങ്ങനെ ഈ ആനക്കാര്യം എന്നൊരു പരമ്പര ആദ്യം കൈരളിൽ തുടങ്ങുന്നത്. അതായത് നമ്മളുടെ ഈ പ്രോഗ്രാം, E4 Elephant എന്ന പ്രോഗ്രാം, അത് ടെലികാസ്റ്റിംഗ് തുടങ്ങിയതോടുകൂടി പ്രതീക്ഷിക്കാത്ത തരത്തിൽ അതിന് ജനപ്രീതി കിട്ടുന്നു. പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്നൊക്കെ അതിന് പിന്തുണയും അഭിനന്ദനങ്ങളും എത്തിച്ചേരുന്നു. ആനകളെക്കുറിച്ച് ഒന്നും അറിയാത്ത, യാതൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരാൾ അറിയാവുന്നവരിൽ നിന്നെല്ലാം കഴിയുന്നത്ര അറിയാൻ ശ്രമിക്കുന്നൊരു മനസ്സുമായി സമീപിച്ചതുകൊണ്ടാവാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആനകളുടെ ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ 1-1.5 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ പറഞ്ഞു തീരും. വീണെടുത്ത കൊമ്പുകളും നിലത്തിഴയുന്ന തുമ്പിക്കൈയും വളവില്ലാത്ത വാലും തടിച്ചുയർന്ന വായുകുംഭവും
തടിച്ചുരുണ്ട വായുകുംഭം, തേൻനിറമുള്ള കണ്ണുകൾ, ഇതൊക്കെ അറിയാം. നമുക്ക് ആനകളുടെ ലക്ഷണങ്ങൾ ഇങ്ങനെ പലതാണ്. ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും ശരി, കരിവീട്ടിയുടെ നിറം, ഇതൊക്കെ പറഞ്ഞ് ആദ്യത്തെ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും. പിന്നെ ഒരു ആനയെപ്പറ്റി പറയണമെങ്കിൽ എന്താ പറയേണ്ടത്? അതെന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ എപ്പിസോഡുകളിൽ, ആദ്യത്തെ അധ്യായങ്ങളിൽ വളരെ വലിയൊരു ടാസ്ക്കായിരുന്നു. അങ്ങനെയാണ് ആനകൾക്ക് മനുഷ്യരുടേതിന് സമാനമായ ഒരു ചിന്താ മണ്ഡലം അവർക്ക് അവരുടെ മനസ്സിലേക്ക് പ്ലേസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് പറഞ്ഞു വന്നത്, തുടക്കകാലത്ത് ഈ ഒരു പ്രോഗ്രാമിനെയും എന്നെയും ഏറെ സഹായിച്ചിട്ടുള്ള ഒരു ഗുരുതുല്യനായ മനുഷ്യനെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റാരുമല്ല, ആന ചികിത്സാ രംഗത്ത് ഇന്ത്യയിൽ തന്നെ കേരളത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ സംഭാവനകൾ എന്ന് പറയാവുന്ന ത്രിമൂർത്തികൾ. നിങ്ങൾക്കറിയാം, ഡോക്ടർ ജേക്കബ് ചിരൻ, ഡോക്ടർ KC പണിക്കർ, ഡോക്ടർ രാധാകൃഷ്ണ കൈമൾ. ഈ ത്രിമൂർത്തികളായിരുന്നു ഇന്ത്യയിലെ ആന ചികിത്സാ രംഗത്തിന് അലോപ്പതി സമ്പ്രദായത്തിലെ എക്കാലത്തെ ഏറ്റവും മികച്ച സംഭാവനകൾ. അതിനൊപ്പം തന്നെ അവർക്കൊപ്പമോ അവരുടെ സമശീർഷനോ ആയിട്ട് തമിഴ്നാട്ടിലൊരു ഡോക്ടർ കൃഷ്ണമൂർത്തി ഉണ്ടായിരുന്നു. പക്ഷേ മയക്കുവെടിയിലായാലും ഡോക്ടർ ജേക്കബ് ചീരനെക്കുറിച്ചുള്ള ചില അധ്യായങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. ജേക്കബ് ചീരൻ്റെ ഒരു സംഭാവന എന്ന് പറഞ്ഞ് ആന ചികിത്സ അല്ലെങ്കിൽ മൃഗചികിത്സകൾക്കുള്ള മരുന്നുകൾ കണ്ടെത്തുന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൂടുതലും പതിഞ്ഞിരുന്നത്. ഡോക്ടർ രാധാകൃഷ്ണ കൈമളും ഡോക്ടർ KC പണിക്കരുമായിരുന്നു ഫീൽഡിലേക്ക് ഇറങ്ങിയ ആനകളെ ചികിത്സിക്കാനും ഇടയുന്ന ആനകളെയൊക്കെ മയക്കുവെടി വെച്ച് പിടിക്കാനും അല്ലെങ്കിൽ ആനകൾക്ക് ആന ചികിത്സയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകുവാനും ഒക്കെ ഏറ്റവും അധികം ശ്രമിച്ചിട്ടുള്ളതും പ്രവർത്തന മണ്ഡലത്തിൽ അത് നടപ്പിലാക്കിയിട്ടുള്ളതും. ഞാൻ പറഞ്ഞത്, പക്ഷേ ഡോക്ടർ KC പണിക്കർ സാർ എന്നും സ്നേഹത്തോടെ, എന്നും നന്ദിയോടെ, ഒരിക്കലും തീർത്താൽ തീരാത്ത കൂപ്പുകൈകളോട് മാത്രമേ എനിക്ക് ആ മനുഷ്യനെ ഓർമ്മിക്കാൻ കഴിയൂ. ഈ തെക്കൻ നാട്ടിൽ നിന്ന് ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള ആനയെക്കുറിച്ചും ഒന്നും അറിയാത്ത ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമുമായിട്ട് രംഗത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ആനക്കാര്യം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അതിന് തൊട്ട് മുമ്പായിട്ട് അതേ ചാനലിലുണ്ടായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഏതൊരു സാധാരണ മനുഷ്യനും നമ്മളുടെ പ്രോഗ്രാമിനേക്കാൾ ഈ പ്രോഗ്രാം നന്നാവുക എന്നതും അതിനോട് വളരെ കരുണാപരമായൊരു സമീപനം അല്ലെങ്കിൽ ഹൃദയം തുറന്നുള്ളൊരു സമീപനം സ്വീകരിക്കുക എന്നതൊക്കെ വളരെ അപൂർവം ചില നല്ല മനുഷ്യർക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. പക്ഷേ പറയട്ടെ, ഡോക്ടർ KC പണിക്കർ സാറിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ്, ഒരു കൊച്ചു പയ്യന് അദ്ദേഹം വിരൽ കൂട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ അവൻ്റെ വിരലിൽ പിടിച്ച് ഒപ്പം ചേർത്ത് നിർത്തി അദ്ദേഹത്തെ കൊണ്ട് കഴിയാവുന്ന എല്ലാ പിന്തുണകളും എല്ലാ സഹായങ്ങളും നമുക്ക് നൽകുന്ന സമീപനമാണ് ഡോക്ടർ KC പണിക്കർ സാറിൻ്റെ ഭാഗത്ത് നിന്നും എന്നും ഉണ്ടായിട്ടുള്ളത്. അത് കേരളത്തിൽ മാത്രമല്ല, അദ്ദേഹം ചില സ്ഥലങ്ങളിലൊക്കെ ആനകളെ മയക്കുവെടി വയ്ക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ നമ്മളെ കൂടെ കൂട്ടാറുണ്ട്. കർണാടകത്തിൽ പോയപ്പോൾ പോലും അദ്ദേഹം ഞങ്ങളെ കൂടെ കൂട്ടിയിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പ്രശസ്തമായ ആന ക്യാമ്പുകൾ, മുതുമൽ ആന ക്യാമ്പിലായാലും അതിന് കുറച്ച് അപ്പുറത്തുള്ള പൊള്ളാച്ചിക്കടുത്തുള്ള ടോപ്പ് സ്ലിപ്പ് ആന ക്യാമ്പിലായാലും കർണാടകയിലായാലും എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഞങ്ങളെ ഒപ്പം കൂട്ടി ഏറെ കരുണയോടെ, സ്നേഹത്തോടെ, പുത്രനിർവിശേഷമായ ഒരു സ്നേഹമാണ് എല്ലായ്പ്പോഴും അദ്ദേഹം ഞങ്ങളിൽ ചൊരിഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പുത്രൻ എന്ന പോലെ തന്നെയാണ് അദ്ദേഹം പ്രത്യേകിച്ച് എന്നെ കണ്ടിരുന്നത്. ഇന്നും അത് പറയുമ്പോൾ നമ്മുടെ ഹൃദയം അറിയാതെ തുടികൊട്ടും. അങ്ങനെ ഒരിക്കൽ പണിക്കർ സാറിനെക്കുറിച്ചുള്ള അധ്യായങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. 2-3 അധ്യായങ്ങൾ ചെയ്തിരുന്നു. പണിക്കർ സാറിൻ്റെയും ഡോക്ടർ ഗിരിദാസ് സാറിൻ്റെയും രാധാകൃഷ്ണ കൈമൾ സാറിൻ്റെയും എല്ലാം ജേക്കബ് ചീരൻ സാറിൻ്റെ എല്ലാം നേതൃത്വത്തിൽ തൃശ്ശൂരിലെ ആനക്ഷേമ സമിതിയെക്കുറിച്ച് ഡോക്ടർ പ്രഭാകരൻ ഡോക്ടറുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവർ സമർപ്പിച്ച ഒന്നായിരുന്നു ആനക്ഷേമ സമിതി ഓഫീസ്. നിങ്ങൾക്കറിയാം, നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും അറിയാൻ കഴിയും, കേരളത്തിലെ മയക്കുവെടി ചരിത്രത്തിൽ ആനയെ മയക്കുവെടി വയ്ക്കുന്നതിനിടയിൽ ദൗർഭാഗ്യകരമാംവിധം വെടിയേറ്റ ആന തിരിച്ചോടി വന്ന് ആ വെടിവെച്ച സംഘത്തിലുണ്ടായിരുന്നൊരു ഡോക്ടറെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആദ്യത്തെ സംഭവമായിരുന്നു ഈ പ്രഭാകരൻ ഡോക്ടറുടേത്. അങ്ങനെ ആ പ്രഭാകരൻ ഡോക്ടർക്ക് ഉള്ള സ്മാരകമായി ഉള്ള ഒരു എല്ലാ അർത്ഥത്തിലുമുള്ള അദ്ദേഹത്തിനുള്ള സ്മാരകം തന്നെയാണ് തൃശ്ശൂരിലെ ആനക്ഷേമ സമിതി ഓഫീസ്. ഡോക്ടർ പ്രഭാകരൻ പണിക്കർ സാറിൻ്റെ മണിയിൽ കിടന്നാൽ ആശുപത്രിയിലേക്കുള്ള വഴി മധ്യയാണ് മരണമടയുന്നത്. അപ്പോൾ ആനക്ഷേമ സമിതി ഓഫീസിനെക്കുറിച്ചും പണിക്കർ ഡോക്ടറെക്കുറിച്ചുമുള്ള പിന്നീടും ഞങ്ങൾ ഒരു ദിവസം ചിത്രീകരണം നടക്കുന്നു. തൃശ്ശൂരിൽ
KSRTC സ്റ്റാൻഡിന് അടുത്തായിട്ട്, കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴത്തെ മാതൃഭൂമി ഓഫീസിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് പണിക്കർ സാറിൻ്റെ വീട്. ആ പഴയ വീടിലൊരു അംബാസഡർ കാറുണ്ട്. അത് കേരളത്തിൻ്റെ ആനലോകത്ത് ആ അംബാസഡർ കാർ ചിരപരിചിതമായിരുന്നു. ആനകൾ എവിടെ ഇടഞ്ഞാലും ആദ്യം അത് ഈ പണിക്കർ സാറിനിലേക്കുള്ള ഫോൺ വരുന്നത് തൃശ്ശൂർ മാതൃഭൂമിയിലായിരുന്നു. ആദ്യമൊക്കെ അറിയാമല്ലോ, എല്ലാ വീടുകളിലുമൊന്നും ഫോണില്ലായിരുന്നു. വളരെ ചുരുക്കം ചില മേഖലകളിൽ മാത്രമാണ് ലാൻഡ് ഫോണൊക്കെ ഉണ്ടായിരുന്നത്. തൃശ്ശൂർ മാതൃഭൂമിയിലേക്ക് ഫോൺ വരും. ആ സമയത്ത് പണിക്കർ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ കുടുംബവും മറ്റ് സന്ദർഭത്തിൽ സിനിമ കാണാനോ മറ്റൊക്കെ അങ്ങനെ എന്തിനോ കാര്യത്തിലൊക്കെ പോയിരിക്കുകയാണെങ്കിൽ പണിക്കർ സാർ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യം തൃശ്ശൂരിലെ തിയേറ്ററുകളിൽ ആ പ്രൊജക്ടറിലൂടെ വൈറ്റ് പേപ്പറിൽ എഴുതി കാണിക്കും, പണിക്കർ ഡോക്ടർ ഈ തിയേറ്ററിൽ സിനിമ കാണാനുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ആന ഇടഞ്ഞിരിക്കുന്നു, എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിച്ചേരണമെന്ന് അവിടെ തിയേറ്ററിൽ എഴുതി കാണിക്കുകയും കുടുംബത്തെ അവിടെ ഇരുത്തിയ ശേഷം അദ്ദേഹം ഉടൻ തന്നെ ഈ ആന ഇടഞ്ഞ സ്ഥലത്തേക്ക് പറന്നു ചെല്ലുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ നിരവധിയായിട്ടുണ്ടെന്ന് പണിക്കർ ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനും എൻ്റെ ക്യാമറാമാനായിട്ടുള്ള കണ്ണൻ മുഹമ്മയും പണിക്കർ ഡോക്ടറുടെ വീട്ടിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. പണിക്കർ ഡോക്ടറുടെ മകൾ ഡോക്ടർ സുജാത തൃശ്ശൂരിലെ വളരെ പ്രശസ്തയായിട്ടുള്ളൊരു ഗൈനക്കോളജിസ്റ്റാണ്. ഡോക്ടറുടെ ഭാര്യയുണ്ട് വീട്ടിൽ, ഡോക്ടറുടെ ഒരു മോനുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ അത്ര അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അത്ര കണ്ട് എല്ലാവരെയും പോലും അത്ര ഉള്ളൊരു കുട്ടിയായിരുന്നില്ല. 20 വയസ്സിനും 30 വയസ്സിനുമൊക്കെ മധ്യയായിരുന്നു ഈ ചെറുപ്പക്കാരൻ്റെ ആ സമയം പ്രായം. അദ്ദേഹത്തിനായിട്ടൊരു ടെലിഫോൺ ബൂത്തൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും വളരെ വൈകിയാണ് ഈ മോൻ എഴുന്നേൽക്കാറുള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അവിടെ ചെല്ലുന്നു, വീട്ടിൽ ചെന്നു പണിക്കർ സാറുമായി സംസാരിക്കുന്നു, ചായയൊക്കെ കുടിക്കുന്നു. പണിക്കർ സാറിൻ്റെ റൂമിൽ അദ്ദേഹവുമായിട്ടുള്ള ഇൻ്റർവ്യൂ, അദ്ദേഹത്തെ ചിത്രീകരണത്തിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് പണിക്കർ സാറിൻ്റെ ഭാര്യ ഓടിവന്ന് തെല്ലൊരു പരിഭ്രമത്തോടുകൂടി ഞങ്ങളോട് പറയുന്നത്, മോനെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. അത് ആ പണിക്കർ സാർ പറയുന്നുണ്ട്, അത് അവന് എല്ലാ ദിവസവും ലേറ്റായിട്ടല്ലേ, അവൻ എഴുന്നേൽക്കും, നീ വിഷമിക്കേണ്ട, നോക്കട്ടെ വാ എന്നും പറഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് ചെല്ലും. ഞാനും പണിക്കർ സാറും എൻ്റെ ക്യാമറാമാനും ക്യാമറാമാനായിട്ടുള്ള കണ്ണൻ മുഹമ്മയും പണിക്കർ സാറിൻ്റെ പത്നിയും മാത്രമാണ് സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഉറക്കമുണരേണ്ടിയിരുന്ന ഏതാണ്ട് 10-11 മണിയൊക്കെ എനിക്ക് സാധാരണ അദ്ദേഹം ഉണരുന്നത്. പക്ഷേ അന്ന് അദ്ദേഹം ഉറക്കമുണ്ടിരുന്നില്ല. പണിക്കർ സാർ ചെന്ന് തെല്ലൊരു പരിഭ്രമത്തോടുകൂടി കൊട്ടി വിളിക്കുന്നു. നിങ്ങൾക്ക് ഊഹിക്കാൻ പല പ്രാവശ്യം വിളിച്ചിട്ടും തട്ടി വിളിച്ചിട്ടുമൊന്നും ഉണരുന്നില്ല. ആ ചെറുപ്പക്കാരൻ ഉണരുവാൻ കഴിയാത്ത വിധം മരണത്തിൻ്റെ കൈകളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഒരുപാട് മതയാനകൾക്ക് മുന്നിൽ പതറാതെ നിന്ന് പണിക്കർ സാറിനെ അദ്ദേഹത്തിൻ്റെ പത്നിയെയുമൊക്കെ ആശ്വസിപ്പിക്കേണ്ട ആ സന്ദർഭത്തിൽ എന്തു പറഞ്ഞാണ് നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുക? ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കും. രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ ഇരുത്തുക. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു നിമിഷം. നിങ്ങൾക്ക് പ്രിയപ്പെട്ടൊരു മകൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് അറിയുന്ന അച്ഛനമ്മമാർ, അവർക്കിടയിലാണ് ഞങ്ങൾ. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലായിരുന്നു ഞങ്ങൾ നിമിഷം കൊണ്ടത്. പിന്നെ അവിടെ അവരെ രണ്ടുപേരെയും മാറ്റിയിരുത്തുകയും പണിക്കർ സാറിൻ്റെ കയ്യിൽ നിന്ന് മകളുടെ ഭർത്താവിൻ്റെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് അവരെയെല്ലാം വിളിക്കേണ്ടത് വന്നതുമായ ഒരു സന്ദർഭം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയും. ഷൂട്ടിങ്ങിനിടയിൽ, ആനയുമായി ബന്ധപ്പെട്ട ഷൂട്ടിങ്ങിനിടയിൽ പല അപകടങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. മരണത്തിൻ്റെ വായിൽ നിന്ന് ഞങ്ങളുടെ ക്യാമറാമാൻ കണ്ണൻ രക്ഷപ്പെട്ടത് ദൈവാനുഗ്രഹം കൊണ്ടും അത്ഭുതകരവുമായിട്ടായിരുന്നു. പക്ഷേ ഇത് ഷൂട്ടിങ്ങുമായിട്ടോ ആനയുമായോ ബന്ധപ്പെട്ടല്ലാതെ ഒരു മരണം, അതും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞ്. അതിന് 2 ദിവസം മുമ്പ് പണിക്കർ സാറും കുടുംബവും തിരുപ്പതിയിൽ പോയി വന്നായിരുന്നു. അപ്പോൾ ആ തിരുപ്പതിയിൽ പ്രസാദമൊക്കെ കഴിച്ച് ആ മോൻ ഉറങ്ങാൻ കിടന്നതായിരുന്നു എന്നാണ് അറിയുന്നത്.
ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഏറ്റവും ഒടുവിലായി ഞാൻ വീണ്ടും പണിക്കർ സാറിൻ്റെ വീട്ടിൽ പോയിരുന്നു. പ്രായാധിക്യം നിമിത്തം ഓർമ്മകൾ ഇപ്പോൾ പഴയ പോലെ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കുറച്ചു നേരം അദ്ദേഹത്തിന് മുന്നിലിരിക്കുവാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. എന്നെ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നതും സംശയമാണ്. പണിക്കർ സാറിനെ ഞങ്ങൾക്ക് അന്നും ഇന്നും എന്നും നന്ദിയോടെയും സ്നേഹത്തോടെയും മാത്രം ഓർക്കാൻ കഴിയുന്ന പണിക്കർ സാറിൻ്റെ വീട്ടിൽ വെച്ചുണ്ടായ അനുഭവം ആ ഒരു മകൻ്റെ മരണത്തിന് സാക്ഷിയായ ഒരു സന്ദർഭം. ഏതാനും ആഴ്ച പണിക്കർ സാറിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈകൾ കുറച്ചു നേരം കൂട്ടിപ്പിടിച്ചിരുന്ന് 1-2 വട്ടം സാറേ എന്നെ ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ആ നിമിഷങ്ങളൊക്കെ പിന്നെയും ഓർമ്മയിലെത്തുകയുണ്ടായി. പണിക്കർ സാറിൻ്റെ ആരോഗ്യത്തിനും സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ അന്ന് അവിടെ വച്ച് വിട പറഞ്ഞു പോയ ആ മകൻ്റെയും പിന്നീട് പണിക്കർ സാറിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ അകന്നുപോയ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയുമെല്ലാം ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു.